തൃശൂർ തമിഴ്നാട് അതിർത്തിയിലെ വാൽപ്പാറയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. പുതുപ്പാടി എസ്റ്റേറ്റിലെ വീട് തകർത്തു. എസ്റ്റേറ്റിലെ കൺമണി എന്ന ആളുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. വാൽപ്പാറയിൽ വീണ്ടും കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നു. അനീഷ് ആന്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അനീഷ് ആന്റണി? ഗണേശ്, ഇന്ന് പുലർച്ചെയാണ് 5 ആനകളടങ്ങിയ സംഘം കാട്ടാനക്കൂട്ടം എത്തി വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. വാൽപ്പാറ തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിൽ പെടുന്ന സ്ഥലമാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്നത്. ഇവിടുത്തെ പുതുപ്പാടി എന്ന് പറയുന്ന എസ്റ്റേറ്റിലെ ലയത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കൺമണി എന്ന് പറയുന്ന ആളുടെ വീടിന് നേരെയാണ് ഈ കാട്ടാനക്കൂട്ടം ആക്രമണം അഴിച്ചുവിട്ടത്. വീടിന്റെ വാതിലും ജനലുകളും ഉൾപ്പെടെ തകർത്തു. ഈ ശബ്ദം കേട്ടാണ് വീട്ടുകാർ സംഭവം അറിയുന്നത്. ഇതോടെ 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ എടുത്ത് കുടുംബാംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ മാത്രമാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. പുറത്തേക്ക് ഇറങ്ങി ഓടിയവർ സമീപത്തെ ലയത്തിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിച്ചു. വനം വകുപ്പ് എത്തി ഈ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാനായത്. നമുക്കറിയാം, മേഖലയിൽ നിരന്തരം വന്യജീവി ആക്രമണമുള്ള മേഖലയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ 2 കുട്ടികളെയാണ് പുലി പിടികൂടിയ ഒരു സംഭവം ഉണ്ടായത്, കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. ഒരു 6 വയസ്സുകാരിയായിട്ടുള്ള ഇതര സംസ്ഥാന തോട്ടം തൊഴിലാളികളുടെ മകളെ പുലി കടിച്ചു കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് 2 ദിവസം കഴിഞ്ഞ സമീപത്തെ തേയിലത്തോട്ടത്തിലാണ് പാതി ഭക്ഷിച്ചു നൽകിയ ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് 8 വയസ്സുകാരനായ ഒരു ബാലനെ സമാന രീതിയിൽ തോട്ടം തൊഴിലാളികളുടെ മകനെ, ഇതര സംസ്ഥാനക്കാരായ തോട്ടം തൊഴിലാളികളുടെ മകനെയും പുലി പിടികൂടി കൊണ്ടുപോയത്. വീട്ടുമുറ്റത്തു നിന്നാണ് പുലി കൊണ്ടുപോയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാട്ടാന ആക്രമണം ഇത്തരത്തിൽ വീടിന് നേരെ ഉണ്ടായത്. എടുത്തു പറയേണ്ട കാര്യം, ഭാഗ്യവശാൽ മാത്രമാണ് ഇവർക്ക് ഈ കുട്ടിയെയും എടുത്ത് കൈക്കുഞ്ഞിനെയും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനായതാണ് ഇവർക്ക് മറ്റ് പരിക്ക് ഏൽക്കാതെ രക്ഷപ്പെട്ട. ആ ദൃശ്യങ്ങൾ കാണാൻ വീടിന്റെ ജനലും വാതിലും ഉൾപ്പെടെ കാട്ടാനക്കൂട്ടം തകർത്ത് വീടിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം വരെ നടത്തി എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ മേഖലയിൽ വനംവകുപ്പിന് നേരെ, തമിഴ്നാട് വനംവകുപ്പിന് നേരെ ഈ തോട്ടം തൊഴിലാളികളൊക്കെ നേരത്തെ ഉണ്ടാക്കിയിരുന്നു. സമാന രീതിയിൽ നേരത്തെയും 8ഓളം ലയങ്ങൾക്ക് നേരെ 8ഓളം സംഭവങ്ങൾ ഇത്തരത്തിൽ കാട്ടാനകളുടെ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. കേരളത്തിലെ പോലെ തന്നെ അവിടെയും ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണം നിരന്തരമുള്ള പ്രദേശമാണ്. അവിടുത്തെ സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും ഒക്കെ നിരന്തരം പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണ് ഈ വാൽപ്പാറ. ഗണേഷ്, ശരി, വാൽപ്പാറയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അനീഷ് ആന്റണിയാണ് ദൃശ്യങ്ങളും വിവരങ്ങളും നൽകിയത്.